മേക്ക് മൈ യാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ ഇത് 4ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ രാജസ്ഥാനിലെ ഗ്രാമക്കാഴ്ചകളിൽ നിന്ന് നഗരക്കാഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ഉദയ്പൂർ സിറ്റിയിലാണ്. അപ്പോൾ ഉദയ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കാണുന്ന സ്ഥലങ്ങൾ. ഇത് നമ്മുടെ സിറ്റി പാലസ് ആണ്, അതായത് രാജ്മഹൽ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് ഉദയ്പൂരിലെ ടൂറിസ്റ്റ് പ്ലേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അത് തന്നെയല്ല, ഈ ഒരു പ്രദേശത്ത് വരുമ്പോൾ നമ്മുടെ ഈ ഉദയ്പൂരിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും എല്ലാം ഈ ഒരു കൊട്ടാരത്തെ ചുറ്റിപ്പറ്റിയാണ് ഇതിൻ്റെ കഥകളെല്ലാം കിടക്കുന്നത്. നമ്മുടെ ഈ സിറ്റി പാലസിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്കൊരു മനോഹരമായ ഒരു പാർക്കും അതിനോട് ചേർന്നൊരു തടാകമൊക്കെ കാണാൻ കഴിയും. ഇത് വളരെ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്ന ഒരു ഗാർഡനിങ് ആണ്. ഈ തടാകത്തിനകത്ത് തന്നെ ഒരു ലേക്ക് പാലസ് സ്ഥിതി ചെയ്യുന്നുണ്ട്. അതായത് ഈ ഉദയ്പൂർ ഭരിച്ച രജപുത്ര രാജവംശത്തിൻ്റെ ആസ്ഥാനമായിരുന്നു ഈ സിറ്റി പാലസ്. അപ്പോൾ ഇവർക്ക് സമ്മറിലെ ചൂടിലൊക്കെ പോയി താമസിക്കാൻ വേണ്ടിയുള്ള ഒരു പാലസായിരുന്നു അതിനകത്ത് കാണുന്ന വെള്ള പാലസ്. അത് ലേക്ക് പാലസ് ആണ്. നമ്മൾ ഈ ഗാർഡനിങ്ങിനെ ചുറ്റിപ്പറ്റി ഉള്ള ഒരു സ്ഥലമാണ്. വളരെ വൃത്തിയായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. വളരെ ഭംഗിയാണ് കാണാൻ. എല്ലാ സ്ഥലവും ഫുള്ള് ഗാർഡൻ വെച്ചിട്ട് പിടിപ്പിച്ച് അവർ ചെറിയ ബോട്ടിങ്ങൊക്കെ ഉണ്ട് ഇവിടെ. അതിന് പ്രത്യേകം ടിക്കറ്റ് കൗണ്ടറുണ്ട്. ഈ തടാകം, അതായത് നമ്മുടെ ഈ സിറ്റി പാലസിനോട് ചേർന്ന് കാണുന്ന ഈ തടാകം പിച്ചോളോ തടാകമാണ്. അതായത് മൊത്തം നമ്മുടെ ഈ ഉദയ്പൂർ സിറ്റിയിൽ ഇത് മാത്രമല്ല, ഏകദേശം 9ഓളം തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടൊരു തടാകമാണ്, അതായത് ഈ സിറ്റി പാലസിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ പിച്ചോളോ തടാകം. ഇത് ഇവരുടെ ഈ നാട്ടിൻ്റെ ഒരു ജലസ്രോതസ് കൂടെയാണ്. ഇത് മാത്രമല്ല, നമ്മൾ ഈ വരുന്ന വഴിയിൽ നമ്മുടെ ഈ ഉദയ്പൂരിൽ സിറ്റി പാലസിലോട്ട് വരുന്ന വഴിയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയൊരു തടാകമുണ്ട്. അതായത് ഇച്ചിരി വലിപ്പമുള്ള ഒരു തടാകമാണ്. അതായത് 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച, അതായത് സ്വരൂപ് സാഗർ എന്ന് പറയുന്ന ഒരു തടാകമുണ്ട്. വലിയ തടാകമാണ്. അതതിനെ സിറ്റി ഓഫ് ലേക്ക് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് ഈ ഉദയ്പൂരിൽ അറിയപ്പെടുന്ന ഒരു ജലസ്രോതസ്സുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ സ്വരൂപ് സാഗർ തടാകം. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഒരു തടാകമാണ് നമ്മുടെ ഈ ലേക്ക് പാലസിനോട് ചേർന്ന്, അല്ലെങ്കിൽ ഈ സിറ്റി പാലസിനോട് ചേർന്ന് ഒഴുകുന്ന പിച്ചോളോ തടാകം. നമ്മൾ വരുന്ന വഴിക്ക് കണ്ട ഒരു മനോഹരമായ തടാകമുണ്ട്. അതിൻ്റെ പേര് സ്വരൂപ് സാഗർ. നേരത്തെ പറഞ്ഞതുപോലെ ആ തടാകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിതമായ ഒരു തടാകമാണ്. മനുഷ്യനിർമ്മിതമാണെങ്കിലും സാമാന്യം വലിപ്പമുള്ള ഒരു തടാകമാണ് സ്വരൂപ് സാഗർ. 14ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതാണ് ഈ തടാകം. നമ്മൾ ഈ കാണുന്ന തടാകത്തിനകത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പാലസാണ് ലേക്ക് പാലസ്. നേരത്തെ പറഞ്ഞതുപോലെ ഉദയ്പൂർ ഭരിച്ചിരുന്ന രജപുത്ര രാജാക്കന്മാർക്ക് സമ്മർ കാലം ചിലവഴിക്കാൻ വേണ്ടി നിർമ്മിച്ച ഒരു പാലസാണ്. നമുക്കത് ലോങ് വ്യൂ കിട്ടുന്നുള്ളൂ. തടാകത്തിൽ ഇറങ്ങി ബോട്ടിൽ പോയാൽ മാത്രമേ കുറച്ച് അടുത്തുള്ള വീഡിയോസ് നമുക്ക് എടുക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ സിറ്റി പാലസിലോട്ട് കയറാം. നമ്മുടെ സിറ്റി പാലസിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന ഒരു വ്യൂ ആണ്. അതായത് നമ്മുടെ ലേക്ക് പാലസും ഒക്കെ കാണുന്ന ഒരു വ്യൂ ആണ്. സിറ്റി പാലസിൻ്റെ ഒരു സൈഡിൽ നിന്നാൽ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ, അതായത് അതിൻ്റെ ഒരു മുറ്റത്തിറങ്ങി നിൽക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ചയാണ്. വളരെ വലിയൊരു കൊട്ടാരം, പാലസ് തന്നെയാണ് ഈ സിറ്റി പാലസ്. അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാർ വളരെ ഭംഗിയായിട്ട് തന്നെ ഇവിടുത്തെ വർക്കുകളും കാര്യങ്ങളും ഇതിനകത്തൊക്കെ ചെയ്തിരിക്കുന്ന ശില്പങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത്ഭുതം തോന്നുന്ന രീതിയിലാണ്. നമുക്ക് കുറച്ച് കുന്നിൻ്റെ മുകളിലാണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് നടക്കാനുണ്ട്. നമുക്ക് ഉദയ്പൂർ സിറ്റി പാലസിൻ്റെ പ്രവേശന ഫീസ് 250 രൂപയാണ് ചാർജ് വരുന്നത്. അത് തന്നെയല്ല, അതായത് ഈ സിറ്റി പാലസിൻ്റെ നിയന്ത്രണങ്ങൾ ഒരു ചാരിറ്റബിൾ ഫൗണ്ടേഷനാണ്. നമ്മളീ കാണുന്നത് കൊട്ടാരത്തിനകത്തുള്ള ശില്പങ്ങളും പഴയ യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങളുമൊക്കെയാണ്. ഈ കാണുന്ന കൊട്ടാരം 400 വർഷം വിവിധ രാജാക്കന്മാർ മാറി മാറി ഭരിച്ച ഒരു കൊട്ടാരവും അതിൻ്റെ പ്രൗഢിയുമൊക്കെ നമുക്ക് ഇതിൽ കാണാൻ കഴിയും. മേവാർ രാജ്യം എന്നാണ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിർമ്മിച്ച ഒരു കൊട്ടാരവും അതിനകത്തുള്ള ശില്പങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് ഈ കാണുന്നത്.
ഇതിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം രജപുത്ര രാജാക്കന്മാരുടെ ആ ഒരു ശൈലിയും അവരുടെ ജീവിത രീതിയും അവരുടെ പിന്നെ ശാസ്ത്രബോധവും അതിൽ നിർമ്മിച്ചിരിക്കുന്ന വസ്തുക്കളും എല്ലാം കാണുമ്പോൾ തന്നെ അതിൽ പിന്നെ വാസ്തുവുണ്ട്. അതെല്ലാം നമുക്ക് ഈ നിർമ്മാണ ശൈലിയൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ മനോഹരമായ ആയുധ ശേഖരണം തന്നെ ഈ രജപുത്ര രാജാക്കന്മാരുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇപ്പോൾ നമുക്ക് എല്ലാ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ ഈ കൊട്ടാരം മുഴുവൻ പല വലിപ്പത്തിലുള്ള ആയുധങ്ങളും നമ്മൾ സ്വപ്നത്തിൽ പോലും കാണാത്ത രീതിയിലുള്ള ആയുധ ശേഖരവുമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ കാണുന്നത് പല ആയുധങ്ങളാണ്. പല തോക്കുകൾ, പല സൈസിലുള്ള പല രീതിയിൽ പല വെറൈറ്റിയിലുള്ള തോക്കുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത്രയും ഒരു ആയുധബോധമുള്ള രാജാക്കന്മാരായിരുന്നു ഇവിടെ ഭരിച്ചിരുന്നത് എന്നുള്ള വലിയൊരു സത്യം നമുക്ക് മനസ്സിലാവും. ബീരങ്കി ഉണ്ടായിരുന്നു, പല രീതിയിലുള്ള കത്തികൾ, ഇല്ലാത്ത ഷേപ്പുകളില്ല, പല രൂപത്തിലും ഭാവത്തിലും ഒക്കെ ഉള്ള കത്തികളെ കാണാൻ കഴിഞ്ഞു. പിന്നെ അവിടുത്തെ വിഗ്രഹങ്ങൾ, കൊട്ടാരത്തിൻ്റെ ഏറെ ഭാഗവും നമുക്ക് മാർബിൾ പലകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. അതുമാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ലേക്ക് പാലസിനെ കുറിച്ച് ഇവിടെ ഒരു വിശദീകരണം അവിടെ ഉണ്ടായിരുന്നു. അതും മുഴുവനായി മാർബിൾ പലകം കൊണ്ട് നിർമ്മിച്ചതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ രാജാക്കന്മാരുടെ സമ്മർ സമയത്തുള്ള താമസ സ്ഥലമായ ലേക്ക് പാലസ് നിർമ്മിച്ചിരിക്കുന്നതും ഈ നമ്മുടെ ഈ മാർബിൾ പലകങ്ങൾ കൊണ്ടാണ്. അതിന് ജാഗ് നിവാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ സമ്മർ ടൈമിൽ ഇവർക്ക് പോയി താമസിക്കാൻ വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ലേക്ക് പാലസിന് ജാഗ് നിവാസ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇത് മുഴുവനായത് പല രീതിയിലുള്ള ഈ കൊട്ടാരത്തിൻ്റെ മറ്റ് ചിത്രപ്പണികൾ പോലെ തന്നെയാണ് പെയിൻറ്റിങ്ങും. വളരെ മനോഹരമായ പെയിൻറ്റിങ്ങുകൾ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കണ്ടാൽ തന്നെ അതിശയം തോന്നി. ഇതൊരു രാജാവിൻ്റെ ഇതാണ്. 1620 മുതൽ ഭരിച്ച ഒരു രാജാവ്. അപ്പോൾ നേരത്തെ ഉള്ള നമ്മുടെ കൊട്ടാര പരിസരമാണ് ആ ഒരു ഫോട്ടോയിൽ കാണുന്നത്, മുൻപുണ്ടായിരുന്ന. അങ്ങനെ പല രീതിയിൽ അവർ ഓരോന്നിനും ബോർഡും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും നമുക്ക് ആ സമ്മർ പാലസ് അല്ല, ലേക്ക് പാലസ് കാണാൻ കഴിയും. നമുക്കിവിടെ ഏത് കിളിവാതിൽ കൂടെ നോക്കിയാലും ലേക്ക് പാലസൊക്കെ കാണാൻ കഴിയുന്ന രീതിയിലാണ്. അതുമാത്രമല്ല, ഉദയപൂർ സിറ്റി മൊത്തം ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം. വളരെ തിരക്കേറിയ ഒരു പ്രദേശമാണ് ഉദയപൂർ സിറ്റി. സിറ്റി പാലസിൻ്റെ ഒരു മുറ്റമാണ് ഈ കാണുന്നത്. നമുക്ക് കൊട്ടാരത്തിനകത്തുള്ള കാണാൻ കഴിയുന്ന ഒരു മുറ്റമാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ കഴിയുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്.
रोटी खाओ तो एक आदमी जिंदा अब मंगल
네.